ഇന്ന് ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളാലോ നമ്മുടെ തികഞ്ഞ അനുഭവത്താലോ അല്ല. അങ്ങനെ എന്തെങ്കിലും ദൈവം മുൻപാകെ കാഴ്ചവെക്കാനും നമുക്കില്ല. നീതിയല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്നെ ഒരു വീണ്ടെടുപ്പ് ഒരുക്കേണ്ടി വന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നാം ദൈവത്തെങ്കിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യാരാധനയിൽ നിന്ന് വളരെയധികം മാറിപ്പോയിരുന്ന ഒരു ദേശമായിരുന്നു ശമരിയ. മശിയ വരുമ്പോൾ ശരിയായ ആരാധന ഞങ്ങളെ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ശമരിയക്കാരത്തിയായ സ്ത്രീയോട് ക്രിസ്തുയേശു പറഞ്ഞത്, ദൈവം ആത്മാവാകയാൽ അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാകുന്നു. പുതിയ നിയമസഭയ്ക്കാകുന്നു സത്യാരാധനയുടെ മർമ്മം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം. മനുഷ്യൻ്റെ സ്വാർത്ഥത ദൈവവ്യവസ്ഥയോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. അത് ദൈവത്തിനെതിരായ പാപം തന്നെ. എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ന്യായം വിധിക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ച ഒരു കാര്യം അവരുടെ സ്വാർത്ഥതയായിരുന്നു. ദൈവത്തെപ്പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥത. ദൈവത്തിൽ നിന്നും കിട്ടേണ്ടതൊക്കെ വേണം, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒട്ടും മനസ്സില്ല. മറിച്ച് ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യാനും തുടങ്ങി. അതുകൊണ്ട് അവർക്കെതിരെ വരുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ച് യെഹെസ്കേൽ ആവർത്തിച്ച് അവരോട് പറഞ്ഞു. എന്നാൽ ഈ ന്യായവിധിയെ ഒഴിവാക്കുവാൻ യെരുശലേമിലെ ജനങ്ങൾ എന്താണ് ചെയ്തത്? അവർ പ്രവാചകൻ്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കളയുകയായിരുന്നു. തങ്ങൾ ദൈവത്തിൻ്റെ ജനവും അത് ദൈവത്തിൻ്റെ വാഗ്ദത്തവും ആയതിനാൽ അവിടെ നാശം വരികയില്ല എന്ന് തന്നെ അവർ ചിന്തിച്ചു. ഇന്ന് അനേകരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. തങ്ങൾക്കൊരു ക്രൈസ്തവ പാരമ്പര്യം അവകാശപ്പെടുവാൻ ഉള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ പേരിൽ തങ്ങൾക്കൊരു ആലയം ഉള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ കരം ഒരിക്കലും തങ്ങൾക്കെതിരെ തിരിയുകയില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം താങ്കളോട് ആവശ്യപ്പെടുന്നത് എന്ത് എന്ന് വ്യക്തമായി അറിഞ്ഞ് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ താങ്കളെ സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവവചനം പഠിക്കാതെ അത് താങ്കൾക്കറിയാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ കരം തങ്ങൾക്ക് വിരോധമായിരിക്കുകയില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞ യെരുശലേം നിവാസികൾക്കിടയിലേക്ക് യെഹെസ്കേലിനെ ദൈവം ഒരു ദർശനത്തിൽ എടുത്തുകൊണ്ടുപോകുന്നു. അവരുടെ ദുഷ്ടതകളെ അവന് കാണിച്ചു കൊടുക്കുവാൻ 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം അത് കാണുന്നതാണ്. ഇപ്പോൾ നാം യെഹെസ്കേൽ പ്രവചനത്തിലെ 2-ാമത്തെ പ്രധാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ 2-ാമത്തെ പ്രധാന ഭാഗമാണ്. ആദ്യ ഭാഗത്ത്, അതായത് 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ദൈവമഹത്വത്തെക്കുറിച്ചും പ്രവാചകൻ്റെ നിയോഗത്തെക്കുറിച്ചുമൊക്കെ നാം കാണുകയുണ്ടായി. ഇപ്പോൾ ഈ ഭാഗത്ത് യെരുശലേമിൻ്റെയും ഇസ്രായേലിൻ്റെയും സമ്പൂർണ്ണ പ്രവാസം, അടിമത്തം യാഥാർത്ഥ്യമായി തീരും എന്നും യെരുശലേമിലെ ആലയത്തിൽ നിന്നും ദൈവമഹത്വം മാറിപ്പോകുന്നതിനെക്കുറിച്ചും നാം കാണുകയാണ്. 8-ാം അധ്യായത്തിൽ ദൈവമഹത്വത്തിൻ്റെ മറ്റൊരു ദർശനം യെഹെസ്കേലിനുണ്ടാകുന്നതിനെ വിവരിച്ചിരിക്കുന്നു. ഈ ദർശനത്തിൽ ദൈവം യെഹെസ്കേലിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവന് ആലയത്തിൽ വെച്ച് ദൈവമഹത്വം പ്രത്യക്ഷപ്പെടുന്നു. വാസ്തവത്തിൽ ദൈവം അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയോ എന്നാണ് താങ്കൾ ചോദിക്കുന്നതില്ലേ? ഇതേക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. എന്നാൽ ഇത് ആർക്കും തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സംഗതിയും കൂടിയാണ്. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കേബാർ നദീതീരത്ത് യെഹെസ്കേൽ കേവലം ഒരു ദർശനത്തിൽ ഇത് കണ്ടു എന്നതാണ്. 2-ാമത്തെ ഉത്തരം, അക്ഷരികമായി യെഹെസ്കേൽ യെരുശലേമിൽ പോയി അവിടെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതത്രേ. എന്നാൽ ഈ 2 വ്യാഖ്യാനങ്ങളും എനിക്ക് സ്വീകാര്യമായി തോന്നുന്നില്ല.
ഞാൻ വിചാരിക്കുന്നത് യെഹെസ്കേലിൻ്റെ ഈ അനുഭവം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് പിന്നീട് യോഹന്നാൻ അപ്പോസ്തലന് ഉണ്ടായ അനുഭവത്തോട് തികച്ചും സമമായ ഒന്നത്രേ എന്നാണ്. ഓർക്കുന്നില്ലേ, പൗലോസ് പറഞ്ഞു താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. ഗലാത്യ ദേശത്ത് ലുസ്രയിൽ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ഇത് സംഭവിച്ചു എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. അവൻ യഥാർത്ഥത്തിൽ അന്ന് മരിക്കുകയും എന്നാൽ ദൈവം അവനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അങ്ങനെ ആ സമയത്ത് അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും ചെയ്തു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് അവൻ തൻ്റെ മാനസാന്തരത്തിന് ശേഷം അറേബ്യ പ്രദേശങ്ങളിൽ മരുഭൂമിയിൽ പോയി 3 വർഷം ചെലവഴിച്ചപ്പോൾ ആയിരിക്കാം അവൻ സ്വർഗത്തോളം, അതായത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് എന്നത്രേ. അതിനേക്കാൾ യുക്തിപരമായും കാര്യമായും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് ലുസ്രയിൽ വെച്ച് അവനുണ്ടായ അനുഭവമാണ് എന്നത്രേ ഞാൻ പറഞ്ഞത്. പിന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതും അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. യഥാർത്ഥ വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ വേണ്ടിയുള്ള സഭയുടെ എടുക്കപ്പെടലിൻ്റെ ഒരു ചിത്രമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായങ്ങളിൽ തുടർച്ചയായി സഭയെ പരാമർശിക്കുകയും അവിടെ 7 സഭകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നാൽ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ ഈ പ്രത്യേക അനുഭവത്തിന് ശേഷം സഭയെ അത്രമാത്രം പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമല്ലേ? അതെ, ഇപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നു. അവൾ അതിനുശേഷം ഭൂമിയിലില്ല. അതുകൊണ്ട് യോഹന്നാനെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നത് മധ്യാകാശത്തിൽ ക്രിസ്തു വന്ന് സഭയെ ചേർത്തപ്പോൾ ഉണ്ടായ ഒരു ചിത്രം എന്ന പോലെ ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ പൗലോസും യോഹന്നാനും എടുക്കപ്പെട്ടതുപോലെ തന്നെ യെഹെസ്കേലും എടുക്കപ്പെടുകയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ യെരുശലേമിലും അതിന് ചുറ്റുമുള്ള ജനങ്ങൾ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതേ സുഹൃത്തെ, സ്വാഭാവികമായ ഒരു കാര്യത്തെ അല്ല നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വിവരിച്ചത്. ഇതിനൊരു സ്വാഭാവിക വിശദീകരണം തരാനും എനിക്ക് കഴിയില്ല. യെഹെസ്കേലിനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉയർത്തി. ഇവിടെ സംഭവിച്ചത് തികച്ചും പ്രകൃത്യാതീതമായ സൂപ്പർനാച്ചുറൽ സംഭവമായിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നമുക്ക് നോക്കാം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. യഹൂദാ മൂപ്പന്മാരുടെ മധ്യത്തിലിരിക്കുമ്പോഴാണ് യെഹെസ്കേലിന് ഈ അനുഭവം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഭാവിയെക്കുറിച്ച് അറിയാനും ഉപദേശം തേടാനും അവൻ്റെ അടുത്തെത്തിയതായിരിക്കാം ഈ മൂപ്പന്മാർ. ഇനി 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിൻ്റെ പ്രഭ പോലെയും ആയിരുന്നു. 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യെഹെസ്കേലിൻ്റെ ദർശനത്തിലെ ഒരു ഭാഗത്തോട് ഇത് വളരെ സാമ്യമുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനത്തിലെ ഓരോ ദർശനത്തിൻ്റെയും അടിസ്ഥാനം ആ ആശ്ചര്യകരമായ ദർശനമാണ് 1-ാം അധ്യായത്തിലെ. വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെയും അടിസ്ഥാനം ഇതാകുന്നു എന്നാണ്. ഇനിയും 8-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ അവൻ കൈപോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്ന് നാം വായിച്ചല്ലോ. ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. എനിക്കുള്ളതുപോലെ ഒരു കൈ അവനില്ല. എന്നാൽ ആകാശം ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയാകുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു കൈയില്ലാതെ ഈ ലോകത്തെ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപരിമേയമായ കാര്യങ്ങളെ, അതായത് അനന്തമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനായി നമുക്ക് വളരെ പരിചിതമായ
പരിമിതികളുള്ള പദങ്ങളെ തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറയുന്നു, എന്നെ തലമുടിക്ക് പിടിച്ചു എന്ന്. അവൻ്റെ തലയും താടിയും നേരത്തെ വടിച്ചിരുന്നു എന്ന് വായിച്ചതോർക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പിന്നെയും മുടി വളർന്നു വരുവാൻ കാലമായതിന് ശേഷമാകാം ഈ സംഭവം. അങ്ങനെ ഊഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പിന്നെ അവർ പറയുന്നു, ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു എന്ന്. യെഹെസ്കേലിനെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് യെരുശലേമിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അത് അവൻ്റെ ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെ എന്ന കാര്യത്തിൽ ഞാൻ തർക്കിക്കുകയില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. യെരുശലേമിലേക്കുള്ള യെഹെസ്കേലിൻ്റെ മടങ്ങിവരവ് തിരുവചനത്തിലൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ എലീശയെ ഇങ്ങനെ എടുത്തുകൊണ്ടു പോകുന്നതായി നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഫിലിപ്പോസിനെയും ആത്മാവ് എടുത്തുകൊണ്ടു പോയതായി നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്ന് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ നാം കാണുന്നു. അപ്പം ഫിലിപ്പോസിനെ ശരീരത്തോടെ തന്നെയായിരുന്നു എടുത്തുകൊണ്ട് പോയത്. ഏലീശയുടെ കാര്യത്തിൽ സംഭവിച്ചതും തികച്ചും ഇത് തന്നെയായിരുന്നു. യെഹെസ്കേലിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇങ്ങനെ ആവാനേ തരമുള്ളൂ. യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്ന് അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടല്ലോ. തീഷ്ണതാ ബിംബം എന്നിവിടെ പറയുന്നത് ആലയത്തിൽ മനശ്ശെ രാജാവ് സ്ഥാപിച്ച വിഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 21-ാം അധ്യായവും 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിലും നാം ഈ സംഭവം വായിക്കുന്നുണ്ട്. അത് നീചവും വെറുക്കത്തക്കതുമായിരുന്നു മനശ്ശെ രാജാവ് ചെയ്തത്. ഒരുപക്ഷെ ഈ പഴയ വിഗ്രഹം ഒരു മൂലയിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട് അല്പകാലം മറഞ്ഞു കിടന്നിരിക്കാം. എന്നാൽ യെഹെസ്കേലിൻ്റെ കാലമായപ്പോഴേക്കും അതിനെ കണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠിക്കുകയും ജനങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് തിരിഞ്ഞ് ആ വിഗ്രഹത്തെ ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. യെഹെസ്കേൽ പ്രവചനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ആലയത്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ക്രമേണ പിൻവാങ്ങുന്നതായി നാം കാണുന്നു. വാസ്തവത്തിൽ മനശ്ശെയുടെ കാലത്ത് തന്നെ ദൈവമഹത്വം അവിടെ നിന്നും വേർപെട്ടു പോയി എന്നും അതിൻ്റെ ദർശനമാണ് യെഹെസ്കേലിനെ ഇവിടെ കാണിക്കുന്നതെന്നും ഞാൻ കരുതുന്നു. എന്നാൽ അനേകം വേദവ്യാഖ്യാതാക്കളും പ്രവാസത്തിൻ്റെ സമയത്താണ് മഹത്വം വേർപെട്ടത് എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ അത് തീർത്തും ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം തികച്ചും ദുഷ്ടത നിറഞ്ഞ മനശ്ശെയുടെ ഭരണകാലത്ത് അത് സംഭവിച്ചില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അതിന് തക്ക കാരണമുള്ളതായ അത്രത്തോളം ഹീനമായ മറ്റൊരു സമയം ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയില്ല. അതായത് ദൈവത്തിൻ്റെ മഹത്വം, തൻ്റെ സാന്നിധ്യം നീങ്ങിപ്പോകുന്നതിനുള്ള ഏറ്റവും നല്ല കാരണം കാണുന്നത് മനശ്ശെയുടെ കാലത്താണ്. ഈ അധ്യായത്തിൽ ദൈവമഹത്വം നീങ്ങിപ്പോകുന്നതിൻ്റെ സമ്പൂർണ്ണ ദർശനം നാം കാണുന്നില്ല. ഇവിടെ നാം ദൈവമഹത്വം കാണുന്നു. പിന്നീട് ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിനാൽ ആലയത്തിൽ നിന്നും മഹത്വം വേർപെട്ട് പട്ടണത്തിന് മുകളിലൂടെ കിഴക്ക് ഭാഗത്ത് ചെന്ന് കാത്തിരിക്കുന്നതായി നാം കാണുന്നു. 10-ാം അധ്യായത്തിൽ ഒടുവിൽ ദൈവമഹത്വം വേർപെടുന്നത് വരെയും അത് പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. മനശ്ശെ രാജാവിൻ്റെ വാഴ്ചക്കാലത്തിന് ശേഷം ദൈവമഹത്വം ആലയത്തിലുള്ളതായി എന്തെങ്കിലും തെളിവുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം കരുണയുള്ളവനാണ്. ഇത് കാണിക്കേണ്ടതിനായിട്ടായിരുന്നു ഈ ദർശനം ദൈവം യെഹെസ്കേലിന് നൽകിയത്. തൻ്റെ ജനത്തെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് താല്പര്യമില്ലായിരുന്നു. അവർ മടങ്ങി വന്നാൽ അവരെ, ഇസ്രായേലിനെ സ്വീകരിപ്പാൻ അവൻ എപ്പോഴും തയ്യാറായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം ദയാപൂർണനാണ്, കരുണാസമ്പന്നനാണ്. ദൈവം സ്നേഹമാകുന്നു. അതുപോലെ തന്നെ അവൻ നീതിമാനും ന്യായതൽപരനും വിശുദ്ധനും ഈ പ്രപഞ്ചത്തിൽ ദുഷ്ടതയെ അനുവദിക്കാൻ കഴിയാത്തവനുമാകുന്നു. തനിക്ക് തന്നെ എതിരായ ഒന്നിനെയും അനുവദിക്കാൻ അവന് കഴിയില്ല. ഇന്ന് ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ നീതിപ്രവൃത്തികളാലോ നമ്മുടെ തികഞ്ഞ ആ അനുഭവത്താലോ അല്ല. അങ്ങനെ എന്തെങ്കിലും ദൈവം മുൻപാകെ കാഴ്ചവെക്കുവാനും നമുക്കില്ലല്ലോ.
നീതിയില്ലാത്തതൊന്നും അവൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്നെ ഒരു രക്ഷ, ഒരു വീണ്ടെടുപ്പ് ഒരുക്കേണ്ടി വന്നു. രക്ഷയ്ക്കായി ആ വഴിയിലൂടെ, അതെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവനിലെ വിശ്വാസത്താൽ നാം ദൈവത്തെങ്കിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. താങ്കൾ അങ്ങനെ ചെല്ലുന്നില്ല എങ്കിൽ ദൈവത്തോട് മത്സരിക്കുന്നതായ ആ പഴയ പ്രകൃതി തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ അവൻ നിങ്ങളെ അനുവദിക്കാൻ പോകുന്നില്ല എന്നാണ് വചനം പറയുന്നത്. ഒരു കുറ്റവാളിക്ക് തൻ്റെ ഭവനത്തിൽ സങ്കേതം നൽകാൻ ഒരു പോലീസുകാരൻ അനുവദിക്കുമോ? ഇല്ല. ദൈവത്തിൻ്റെ ആലയം വിഗ്രഹാരാധനയിൽ നിറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും ആലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുമുള്ള വിശദീകരണമാണ് തുടർന്ന് നാം കാണുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാൻ വായിക്കാം. അവിടെ വായിക്കുന്നത്, അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാബിംബത്തെ കണ്ടു. നോക്കുക, ആലയത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജനങ്ങൾ ജീവിക്കുന്ന സത്യദൈവത്തെ ആരാധിക്കുന്നില്ല. അവർ ആദ്യത്തെ 2 കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഇനിയും 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തിത്തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തിത്തുരന്നാറെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. ഇത് ശ്രദ്ധേയമായിരിക്കും. യെഹെസ്കേൽ കേവലം ആത്മാവായി മാത്രമാണ് പോയിരുന്നതെങ്കിൽ അകത്ത് പ്രവേശിക്കുവാനും അവന് മതിൽ കുത്തിത്തുരക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ആത്മാവ് മതിൽ കുത്തിത്തുരന്ന് എങ്ങനെ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു ദ്വാരത്തിലൂടെ ആത്മാവിന് ഇഴഞ്ഞു കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് യെഹെസ്കേൽ ശരീരത്തോടെ തന്നെ അവിടെ എത്തിയിരുന്നു എന്നാണ്. അവൻ ചുവർ കുത്തിത്തുരന്ന് ഒരു തുരങ്കം പോലെ ഉണ്ടാക്കി അകത്ത് ചെന്നപ്പോൾ അവൻ കണ്ടത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. 10-ാം വാക്യം. അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. കഷ്ടം! ഈ ജനങ്ങൾ തങ്ങളെ സൃഷ്ടിച്ചവനെ ആരാധിക്കേണ്ടതിനു പകരം സൃഷ്ടികളെ ആരാധിക്കുകയാണ്. അങ്ങനെ അവർക്ക് പോകാവുന്നതിലേക്കും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്, മ്ലേച്ഛതയിലേക്ക് അവർ പോയിരിക്കുന്നു. ജീവനുള്ള സത്യദൈവത്തെ വിട്ടകലുന്ന ഏതൊരു മനുഷ്യനും ചെന്നെത്തുന്ന സ്ഥിതി ഇതാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആ കാലഘട്ടത്തിൽ മിസ്രൈമിൽ അവർ ചെയ്തതും ഇതുതന്നെയായിരുന്നു. എല്ലാ തരത്തിലുമുള്ള ജന്തുക്കളെയും അവർ ആരാധിച്ചു. തവള, പേനിനെ, എല്ലാത്തിനെയും. അതുകൊണ്ടായിരുന്നു മിസ്രൈമിലെ ബാധകൾ അവരുടെ ഓരോ ദൈവങ്ങൾക്ക് നേരെയും തിരിഞ്ഞത്. റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ഉം 25-ഉം വാക്യങ്ങളിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചാരാധിച്ചു. ഇത് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ചുറ്റുമുള്ള ജാതികളുടെ നിലയിലേക്ക് താണുപോയി എന്നും ജീവനുള്ള സത്യദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിച്ചില്ല എന്നും അത്രേ. ഈ കാരണത്താൽ ദൈവം അവരുടെ ആലയത്തെ നശിപ്പിക്കുന്നതാണ്. 11-ഉം 12-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാൻ്റെ മകനായ യയസിന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നരുളി ചെയ്തു. നോക്കൂ സ്നേഹിത, അവർ ദൈവത്തെ പുറത്താക്കിയിരിക്കുന്നു. അവർ പറയുന്നത് ദൈവം തങ്ങളെ കാണുന്നില്ല എന്നത്രേ. ആ നാളുകളിൽ വാസ്തവത്തിൽ അവർ പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു എന്നോ
ദൈവം ഞങ്ങളെ നോക്കുന്നില്ല, ഞങ്ങൾക്ക് അവനോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്ക് അവനോട് കടപ്പാടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധിച്ചത് ഞങ്ങൾ ചെയ്യുമെന്നത്രേ. ഇസ്രായേൽ ചെയ്തതും അതായിരുന്നു. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നു. രഹസ്യത്തിൽ ഒരു രഹസ്യ സങ്കേതത്തിൽ, അതെ, ഒരെണ്ണം ആലയത്തിലും വെച്ചിരുന്നു. ഇവിടെ പറയുന്ന 70 മൂപ്പന്മാർ മോശയുടെ കാലത്തെ ഭരണകാര്യങ്ങളിൽ സഹായത്തിനായി നിയമിക്കപ്പെട്ട 70 പേരുടെ പിൻതലമുറക്കാർ ആകാം. സംഖ്യാപുസ്തകം 11 അധ്യായത്തിൻ്റെ 16 17 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഈ പാരമ്പര്യപ്രകാരം യെരുശലേം പട്ടണത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്നവരാകാം ഈ പറയുന്ന ആളുകൾ, മൂപ്പന്മാർ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരമാണ് ഭൂമിയിലെ ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെയും ചിന്താമണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്നതിനെ ദൈവം പ്രത്യേകം വീക്ഷിക്കുന്നു. ദൈവം അതിൽ പ്രസാദിക്കുമോ? ചിന്തിച്ചാട്ടെ. 13 മുതലുള്ള വാക്യങ്ങൾ 15 വരെ ഞാൻ വായിക്കാം. അവർ ഇതിലും വലിയ മ്ലേച്ഛത ചെയ്യുന്നത് നീ കാണുമെന്നും അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെക്കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്ന് അരുളി ചെയ്തു. ഇവിടെ സ്ത്രീകൾ തമ്മൂസിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് വായിച്ചല്ലോ. ഇവിടെ പ്രവാചകൻ അതാണ് പറയുന്നത്. അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഭയങ്കര കാര്യമായിരുന്നു ഈ പറഞ്ഞ തമ്മൂസിൻ്റെ ആരാധന. തമ്മൂസ് എന്നത് ബാബേലിലെ വസന്താരംഭത്തിൻ്റെ ദൈവമായിരുന്നു. ഓരോ ശീതകാലത്തിലും അവൻ മരിച്ച് പാതാളത്തിലേക്ക് പോവുകയും വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിങ്കൽ അവൻ വീണ്ടും വരികയും ചെയ്തിരുന്നു എന്നാണ് ബാബിലോണിയർ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ആണ്ടിലൊരിക്കൽ ഇങ്ങനെ വന്നു പോകുന്ന ദൈവങ്ങൾ. ഈ തമ്മൂസ് ദൈവത്തിൻ്റെ ആരാധന ഫൊയ്നീക്യക്കാരും പിന്നീട് ഗ്രീക്കുകാരും ചെയ്തു വന്നു. വിവിധ പേരുകളിലായിരുന്നു എന്ന് മാത്രം. ഈ വിലപിക്കുന്ന സ്ത്രീകൾ തമ്മൂസിൻ്റെ മരണത്തെ ആഘോഷിക്കുകയായിരുന്നു. ഈ ദൈവാരാധനയിൽ നടന്നിരുന്നത് പ്രകൃതിയെ ആരാധിക്കുന്നതായിരുന്നു. പ്രകൃതിയെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഭയാനകവും സദാചാര വിരുദ്ധവുമായ അനേകം പ്രവൃത്തികളിലൂടെ ആയിരുന്നു അവർ ആ ആരാധന നടത്തി വന്നത്. വിഗ്രഹാരാധനയിൽ അവർ എത്രമാത്രം വീണുപോയിരുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 8 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ നാം കാണുന്നു, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ഇവിടെ നീചമായ ഈ ആചാരങ്ങളിൽ ഏറ്റവും ഭയങ്കരമായിരുന്നതാണ് ഈ സൂര്യനെ ആരാധിക്കുന്നതായി നാം കാണുന്നത്. ആലയത്തിൻ്റെ പ്രാകാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മറക്കരുത്. ഇതിൽ പരം അവർക്ക് എങ്ങനെ താണുപോകുവാൻ സാധിക്കും എന്നോർക്കണം. 17 വാക്യം നോക്കാം. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്. പല വിധത്തിൽ ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. പോയ കാലത്തെ യഹൂദ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് വെറുക്കപ്പെട്ടതും അധമവും തരം താണതുമായ മതാചാരങ്ങളെക്കുറിച്ച് പറയുന്നു എന്നത്രേ. ഇന്ന് നാം പറയില്ലേ മൂക്കത്ത് വിരൽ വെച്ചുപോയി എന്ന്, അതുപോലെയുള്ള ഒരു പ്രയോഗമായിരിക്കാം ഇത്, മൂക്കിന് ചുള്ളി വെക്കുക എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള അവരുടെ പ്രവൃത്തി അത്രയ്ക്ക് മോശമായിരുന്നു എന്ന് കാണിക്കാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 18 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്നരുളി ചെയ്തു. നോക്കുക, ഇവിടെ ദൈവത്തിൻ്റെ കോപം പ്രകടമാകുന്നത് അത്രേ നാം കാണുന്നത്. ഇസ്രായേൽ തങ്ങളുടെ അതിർത്തി രേഖയൊക്കെ മറികടന്നു, ഒക്കെ വിട്ട് ദൂരെ പോയി. ഇതിൽ കൂടുതൽ അവർ താഴേക്ക് പോകാൻ ഇനിയുമില്ല. അതുകൊണ്ട് ദൈവം ഇപ്പോൾ അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ,
ദൈവഹിതത്തിന് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടതാണോ? അത് മാത്രമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായിരിക്കുന്നത്. സ്വാർത്ഥത വെടിഞ്ഞ് ദൈവേഷ്ടം ചെയ്ത് ജീവിപ്പാൻ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എന്തെന്നുള്ള ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ജാതീയ ആരാധന രീതികളും ലോകത്തിൻ്റെ സമ്പ്രദായങ്ങളും സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ജനം നഷ്ടപ്പെടുത്തുന്നത്. ആയതിനാൽ ക്രിസ്തീയ കൂട്ടായ്മകളിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി നമ്മൾ ഉറപ്പാക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്നു.